മനുഷ്യൻ ഒരു അട്ടയെപ്പോലെ ഇരിക്കുന്ന ഒരു ഘട്ടം ഗർഭാവസ്ഥയിലുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന പല ഹൈടെക് സ്കാനിംഗ് മെഷീനുകളും കണ്ടുപിടിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ പറയുന്നത്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ മുദ്ഗത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മൻ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്നും നാം സൃഷ്ടിച്ചു. പിന്നീട് ഭദ്രമായ സങ്കേതത്തിൽ അവനെ ഒരു ബീജമാക്കി, ബീജം ഒരു ഭ്രൂണമാക്കി, തുടർന്ന് ആ ഭ്രൂണത്തെ ഒരു മാംസപിണ്ഡമാക്കി. മാംസപിണ്ഡം എന്ന് പറയുന്നിടത്ത് പറയുന്നത് മുദ്ഗ എന്നാണ്. അതായത് ചവച്ചരച്ച പരുവത്തിലുള്ള മാംസമായി രൂപപ്പെടുത്തി. തുടർന്ന് അസ്ഥികൂടം മാംസം കൊണ്ട് പൊതിഞ്ഞു. ശേഷം അവനെ ഒരു സൃഷ്ടിയായി നാം വളർത്തിയെടുത്തു. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ആധുനിക അനാട്ടമി പ്രകാരം അടിവയറ്, ഗർഭപാത്ര ഭിത്തി മറുപിള്ളയായാണ് പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ ഗർഭപാത്ര ഭിത്തിയിലെ വളർച്ചാഘട്ടങ്ങളെക്കുറിച്ച് പ്രശസ്ത ഭ്രൂണശാസ്ത്രജ്ഞൻ കീത്തുമൂർ പോലും ശരിവെച്ചിട്ടുണ്ട്. സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എത്ര വലുതാണ്!